സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ലൈവ്. എഴുതിയത് ഹരിത സാവിത്രി. ഗാസയിലെ പൊടിക്ക് ഒരു പ്രത്യേക രുചിയുണ്ട്. നാവിൽ പടരുകയും തൊണ്ടയുടെ പിന്നിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരുതരം പരുപരുത്ത ലവണരുചി. റിപ്പോർട്ടിങ്ങിനായി ഗാസയിൽ ചിലവഴിച്ച 3 മാസങ്ങൾക്കുള്ളിൽ ഡേവിഡ് തോൺ അതിൻ്റെ പ്രത്യേക ഘടന തിരിച്ചറിഞ്ഞു. പൊടിഞ്ഞ കോൺക്രീറ്റ്, തകർന്ന ടൈലുകൾ, പ്ലാസ്റ്റർ, അതിനിടയിൽ ഒരിക്കൽ ജീവനുണ്ടായിരുന്നവയുടെ നേരിയ ഗന്ധം. എത്ര തുപ്പിയാലും വിട്ടുപോകാതെ നാവിൽ പറ്റിയിരിക്കുന്ന അസ്വസ്ഥതയുളവാക്കുന്ന ആ പ്രത്യേക രുചിയുമായി ജീവിക്കാൻ ഡേവിഡ് പഠിച്ചു തുടങ്ങിയിരുന്നു. മറ്റൊരു ദിവസത്തെ നീലാകാശം. അവരുടെ കവചിത വാഹനത്തിൽ ചാരി നിന്നുകൊണ്ട് സഹായിയായ ഖലീൽ പറഞ്ഞു, ഒരു കാലത്ത് യൂണിവേഴ്സിറ്റിയിലെ സാഹിത്യാധ്യാപകനായിരുന്ന അയാളുടെ മുഖത്ത് ഇപ്പോൾ സ്ഥിരമായ ക്ഷീണവും ലോകത്തെ പരിഹസിക്കുന്ന ഭാവവുമേ കാണാൻ കഴിയൂ. ഇത് വേണമെങ്കിൽ വലിച്ചോ, പൊടിയുടെ രുചി പോകാൻ നല്ലതാ. ഡേവിഡ് ചുമയ്ക്കുകയും മൂക്ക് ചീറ്റുകയും ചെയ്യുന്നത് കണ്ട് അയാൾ ഒരു സിഗരറ്റ് നീട്ടി. പൊടി എത്തേണ്ടയിടത്ത് എത്തിക്കഴിഞ്ഞു ഖലീൽ. ഈ ടാർ നിറഞ്ഞ ശ്വാസകോശത്തിൽ ഇനി അതുകൂടി വേണ്ട. ഡേവിഡ് വീണ്ടും തുമ്മി. എനിക്ക് വേണം. ഡേവിഡിൻ്റെ അസിസ്റ്റന്റ് അലക്സി പാക്കറ്റിൽ നിന്ന് ഒരെണ്ണമെടുത്തു. ഹോട്ടൽ മാനേജർ ഇന്ന് എന്നോട് പരാതി പറഞ്ഞു. നിങ്ങൾ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ലോബിയിൽ നിറയെ പൊടി പറത്തുകയാണത്രേ. ബോംബുകൾ നമ്മുടെ കുറ്റമാണെന്ന മട്ടിലാ അയാളുടെ സംസാരം. ഖലീൽ സ്വന്തം സിഗരറ്റ് കത്തിച്ചു. സിഗ്നൽ ഇല്ല. പ്രസ് കോൺഫറൻസിന് ശേഷം നമുക്ക് കുന്നിൻ മുകളിൽ പോയി ശ്രമിക്കേണ്ടി വരും. തൻ്റെ സാറ്റലൈറ്റ് ഫോൺ പരിശോധിക്കുകയായിരുന്ന ഡേവിഡ് നിരാശയോടെ തലയാട്ടി. ഇന്ന് ആ കുന്നിൻ്റെ മുകളിൽ പോകുന്നത് അപകടമാണ്, ഖലീൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പ്രഭാതം മുതൽ അതിനു മുകളിൽ ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. എന്തോ മരിക്കുന്നതിനായി കാത്തിരിക്കുന്ന കഴുകന്മാരെ പോലെ. നമ്മൾ എന്തു ചെയ്യും? ഡേവിഡ് ചോദിച്ചു. സൈനിക വക്താക്കളുടെ മഹത്തായ വാക്കുകൾ ഇന്ന് ലോകം കേൾക്കാതിരിക്കുക എന്നതാണ് ബാക്കിയുള്ള വഴി. അത് വലിയ കുറ്റമാണോ? ഖലീൽ പുകയുടെ മേഘങ്ങൾ ഊതിപ്പറപ്പിച്ചു. അതാണ് എൻ്റെ ജോലി. ഇതാണ് എൻ്റെ ജീവിതമെന്ന പോലെ. ഖലീൽ പുഞ്ചിരിച്ചു. കഥ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പോകും. നിങ്ങൾ പറയുന്ന ഈ കഥ ഞാൻ ശ്വസിക്കുന്ന വായുവാണ്. അവൻ സിഗരറ്റ് ചവിട്ടി അണച്ചു. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ പോകാം. തകർന്ന വായ പോലെ തോന്നിക്കുന്ന തെരുവുകളിലൂടെയാണ് അവർക്ക് പോകേണ്ടിയിരുന്നത്. കെട്ടിടങ്ങളുടെ ഉൾഭാഗം പുറത്ത് കാണാമായിരുന്നു. കുട്ടികളുടെ മുറിയിലെ വാൾപേപ്പറും പൂക്കൾ നിറഞ്ഞ ടൈലുകൾ പതിപ്പിച്ച കുളിമുറിയും തകർന്നു തൂങ്ങിക്കിടക്കുന്ന കിച്ചൺ ക്യാബിനറ്റും ഡേവിഡ് കണ്ടു. ആളുകൾ ആകാശത്തേക്ക് നോക്കി തിരക്കിട്ട് നടക്കുന്നു. ഗാസയിലെ നിശബ്ദതയുടെ സ്വഭാവം ഡേവിഡ് പഠിച്ചിരുന്നു. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപ് അനുഭവപ്പെടുന്ന പിരിമുറുക്കമുള്ള ശാന്തതയാണ് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പ്രസ് കോൺഫറൻസ് ഒരു ബേസ്മെന്റിലായിരുന്നു. അവർ കയറി ചെന്നപ്പോൾ നിറമുള്ള പതാകകൾ പതിച്ച ഒരു ഭൂപടത്തിലേക്ക് കയ്യിലെ പോയിന്റർ ലക്ഷ്യം വച്ചുകൊണ്ട് ഒരു മുതിർന്ന സൈനികോദ്യോഗസ്ഥൻ നെഞ്ചു വിരിച്ചു നിന്നു സംസാരിച്ചു തുടങ്ങിയിരുന്നു. ഈ മേഖലയിലെ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. അയാൾ ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യവും അന്താരാഷ്ട്ര നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നതുമാണ്. ഒരു ഫ്രഞ്ച് പത്രപ്രവർത്തകൻ എഴുന്നേറ്റു. കഴിഞ്ഞ രാത്രിയിൽ ആ പ്രദേശത്തെ ഒരു സ്കൂളിൻ്റെ മേൽ ബോംബുകൾ വീണതായി ഞങ്ങൾക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. 23 പേർ മരിച്ചു. എല്ലാവരും കുട്ടികൾ. നിങ്ങൾ പറഞ്ഞ കൃത്യമായ പ്രവർത്തനങ്ങളുമായി ഈ കണക്ക് പൊരുത്തപ്പെടുന്നില്ലല്ലോ. ആ ഉദ്യോഗസ്ഥൻ്റെ ചിരി നേർത്തതും തണുത്തതുമായിരുന്നു. ആരാണ് ഇത് സ്ഥിരീകരിച്ചത്? ഹമാസിൻ്റെ മാധ്യമങ്ങളാണോ? ഞങ്ങൾ ഭീകരന്മാരുടെ നുണപ്രചാരണങ്ങൾക്ക് മറുപടി പറയാറില്ല. തീവ്രവാദികളുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുകയാണ് സൈന്യത്തിൻ്റെ ജോലി. ഹമാസ് മനുഷ്യ കവചങ്ങളെ ഉപയോഗിക്കുമ്പോൾ ആ രക്തം പുരളുന്നത് അവരുടെ കൈകളിലാണ്. ഇതേ വാദപ്രതിവാദം ഡേവിഡ് പലതവണ കേട്ടിരുന്നു. മരണത്തിൻ്റെയും നിഷേധത്തിൻ്റെയും ആഭാസ നൃത്തം. കോൺഫറൻസിനു ശേഷം പത്രപ്രവർത്തകർ സിഗ്നൽ ഹിൽ എന്ന് വിളിക്കുന്ന കുന്നിൻ മുകളിലേക്ക് അവർ വണ്ടി ഓടിച്ചു. നഗരത്തിന് പുറത്തുള്ള സെൽഫോൺ കണക്ഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഉയർന്ന സ്ഥലമായിരുന്നു അത്.
കണക്ഷൻ കിട്ടുമെങ്കിലും അവരെ എളുപ്പത്തിൽ ലക്ഷ്യമിടാൻ സഹായിക്കുന്ന ഒരിടം. ഖലീൽ എഞ്ചിൻ ഓഫാക്കി. പക്ഷേ താക്കോൽ ഊരിയെടുത്തില്ല. 5 മിനിറ്റ്. ആകാശം നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഇന്ന് നമുക്ക് അത്രയേ സമയമുള്ളൂ. ഡേവിഡ് സാറ്റലൈറ്റ് ഫോണുമായി പുറത്തിറങ്ങി. ഗാസയിലെ നാശത്തിന്റെ വിശാലമായ കാഴ്ച ആ കുന്നിനു മുകളിൽ നിന്നാൽ കാണാമായിരുന്നു. കൊതുകിന്റെ ശബ്ദം പോലെയുള്ള നേരിയ ഒച്ച ഡേവിഡ് ശ്രദ്ധിച്ചു. ഡ്രോണുകൾ. ഖലീൽ ശബ്ദം താഴ്ത്തി പറഞ്ഞു. 2 എണ്ണം, ഇന്നലത്തേതിലും അടുത്ത്. 2 കറുത്ത പൊട്ടുകൾ തലയ്ക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നത് ഡേവിഡ് കണ്ടു. പരിചിതമായ ശബ്ദത്തിന്റെ തണുപ്പ് അയാൾക്ക് അനുഭവപ്പെട്ടു. വേഗം അപ്ലോഡ് ചെയ്യ്, നമുക്ക് പോകാം. ആകാശത്തുനിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ ഖലീൽ തിടുക്കം കൂട്ടി. ഡേവിഡ് ഒരു പാറയുടെ അരികിൽ കുനിഞ്ഞിരുന്നു. കണക്ഷൻ അസാധാരണമാം വിധം പതുക്കെയാണ് എന്നയാൾ വേവലാതിയോടെ ചിന്തിച്ചു. ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് പ്രോഗ്രസ് ബാർ പതിയെ നിരങ്ങി തുടങ്ങി. ഡ്രോണിന്റെ ശബ്ദം അടുത്തുവരുന്നു. ഡേവിഡ്! ഖലീൽ തിടുക്കപ്പെട്ടു. നമുക്ക് പോകാം. അലക്സി വണ്ടിയുടെ നേർക്കോടി. വായു കീറി മുറിക്കുന്ന ചീറ്റൽ അവരുടെ എല്ലുകളിൽ പ്രകമ്പനം കൊണ്ടു. താഴെ കിടക്ക്! ഖലീൽ അലറി. ആഘാതം കുന്നിനെ പിടിച്ചു കുലുക്കി. അവർ പാറയ്ക്ക് പിന്നിലേക്ക് ചാടി. പക്ഷേ കരുതിയതുപോലെ അവരായിരുന്നില്ല ലക്ഷ്യം. കുന്നിനോട് ചേർന്നുള്ള ഷെജിയ എന്ന പ്രദേശത്താണ് ബോംബ് വീണത്. സ്ഫോടന ശബ്ദം കാരണമുണ്ടായ ബധിരതയും ഞെട്ടലും മാറിയപ്പോൾ അലർച്ചകളും നിലവിളികളും മാത്രം ബാക്കിയായി. ഡേവിഡ് ഫോൺ നോക്കി. അപ്ലോഡ് പരാജയപ്പെട്ടിരിക്കുന്നു. കണക്ഷൻ നഷ്ടപ്പെട്ടു. അല്പം അകലെയായി വീണ്ടും ഒരു ബോംബ് വീണു. അലറിക്കരച്ചിലുകൾ പ്രദേശത്തെ വിറപ്പിച്ചു. ഷെജിയ! കാറിനടുത്തേക്ക് ഓടുന്നതിനിടയിൽ ഖലീൽ വിളിച്ചു പറഞ്ഞു. അവൻ്റെ മുഖം കടലാസുപോലെ വിളറി. എൻ്റെ കസിൻ്റെ കുടുംബം അവിടെയാണ് താമസിക്കുന്നത്. അവർ പുക ലക്ഷ്യമാക്കി വണ്ടി ഓടിച്ചു. മുന്നോട്ടു പോകുന്നത് അസാധ്യമാണ് എന്ന് തോന്നും വിധം വഴിയിലാകമാനം അവശിഷ്ടങ്ങളായിരുന്നു. ഏതു നിമിഷവും മറ്റൊരു ബോംബ് വീഴാം. തങ്ങളുടെ ഉറപ്പുള്ള കവചിത വാഹനം കടലാസുപോലെ ദുർബലമാണെന്ന് ഡേവിഡിന് തോന്നി. റോഡിൽ നല്ല തിരക്കായിരുന്നു. തകർച്ചയുടെ നേർക്കും അതിൽ നിന്ന് ദൂരേക്കും ഭ്രാന്തു പിടിച്ചതുപോലെ ഓടുന്ന ആളുകൾ. നിസ്സഹായതയുടെ കുഴഞ്ഞുമറിഞ്ഞ പ്രവാഹം. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വീടുകൾക്കും കടകൾക്കുമിടയിലുള്ള ഒരു 6 നില കെട്ടിടം പാതിയായി തകർന്ന് തെരുവിലേക്ക് വീണുകിടക്കുന്നു. മൂടൽ മഞ്ഞുപോലെ തങ്ങിക്കിടക്കുന്ന പൊടി കൊണ്ട് വായു കനത്തിരുന്നു. ഞരങ്ങുന്ന കോൺക്രീറ്റിൻ്റെയും മലറുന്ന ആളുകളുടെയും ശബ്ദങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ഇവിടെയാണ് എൻ്റെ കസിൻ താമസിച്ചിരുന്നത്. ഖലീൽ വിറച്ചു. ഒരു നിലവിളിയോടെ അയാൾ ആൾത്തിരക്കിനുള്ളിലേക്ക് ഓടിക്കയറി. മനുഷ്യർ പക്ഷികളെപ്പോലെ ഒന്നിച്ചു താമസിച്ചിരുന്ന ഒരു കൂട്. ഇപ്പോൾ അതൊരു ശവകുടീരമാണ്. ഡേവിഡും അലക്സിയും ചേർന്ന് ദൃശ്യങ്ങൾ പകർത്തുകയും വിവരണങ്ങൾ നൽകുകയും ചെയ്തു. ഖലീൽ എവിടെ പോയി? ഡേവിഡ് ചോദിച്ചു. അലക്സി കൈമലർത്തി. വാ നോക്കാം. അവർ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു. അപ്പോഴാണ് ഡേവിഡ് ആ ശബ്ദം കേട്ടത്. ബഹളങ്ങൾക്കിടയിൽ കേൾക്കാൻ കഴിയാത്ത വിധം ചെറുതും ദുർബലവുമായ ഒരു ശബ്ദം. കെട്ടിടാവശിഷ്ടങ്ങളുടെ മലയിൽ നിന്ന് നേർത്ത ഒരു കരച്ചിൽ. ക്യാമറയുമായി ഡേവിഡ് അങ്ങോട്ടോടി. അകത്താരോ ജീവനോടെയുണ്ട്! അയാൾ അലറി. 2 മണിക്കൂറോളം ഡേവിഡ് രക്ഷാപ്രവർത്തകർക്കൊപ്പം അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റുകയും കുഴിക്കുകയും ചെയ്തു. വിയർപ്പിൽ കുതിർന്ന ചർമ്മത്തിൽ ചെളിയുടെ ഒരു പാളി രൂപം കൊണ്ടു. നഖങ്ങൾ അടർന്ന് രക്തം വന്നു. ഒരിക്കൽ അടുക്കളയുടെ ഭാഗമായിരുന്ന ഒരു സ്ലാബ് അവർ വളരെ പ്രയാസപ്പെട്ടെടുത്തു മാറ്റി. താഴെ ഒരു ചെറിയ ഇരുണ്ട വിടവ്. ഒരു പൂച്ചയോ മറ്റോ ആണെന്നാണ് ഡേവിഡിന് ആദ്യം തോന്നിയത്. അയാൾ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി. ഒരു പെൺകുട്ടി ചുരുണ്ടു കിടക്കുന്നു. പ്രേതത്തെ പോലെ വെളുത്ത പൊടിയിൽ മൂടിപ്പോയ അവളുടെ കണ്ണുകൾ ഞെട്ടലിൽ വിടർന്നിരുന്നു. കഷ്ടിച്ച് 4 വയസ്സുണ്ടാകും. അവൾ കരിഞ്ഞും കീറിപ്പറഞ്ഞതുമായ ഒരു ടെഡി ബെയറിനെ മുറുകെ പിടിച്ചിരുന്നു. ഡേവിഡിന്റെ തൊണ്ടയിൽ നിന്ന് സ്വയം അറിയാതെ ഒരു നിലവിളി പുറത്തു വന്നു. കുട്ടിയെ പുറത്തെടുക്കാനായി അയാൾ കുഴിയുടെ സമീപത്ത് മുട്ടുകുത്തിയിരുന്നു. പതിയെ, സമീർ എന്ന രക്ഷാപ്രവർത്തകൻ പറഞ്ഞു. പരിക്കുണ്ടോ എന്ന് നോക്കണം. ഡേവിഡ് ശ്രദ്ധയോടെ അകത്തേക്ക് കൈനീട്ടി. അവൾ ചെറുത്തു നിന്നില്ല. ആ കുട്ടിക്ക് ഞെട്ടിക്കുന്ന വിധത്തിൽ ഭാരം കുറവായിരുന്നു.
തകരുന്ന ലോകത്തിലെ അവസാനത്തെ ഉറച്ച വസ്തുവെന്ന പോലെ ആ ചെറിയ കൈകൾ ഡേവിഡിന്റെ കഴുത്തിൽ മുറുക്കെ ചുറ്റിപ്പിടിച്ചു. വിയർപ്പും കരിയും പുരണ്ട മുഖവുമായി ഒരു മെഡിക് ഓടിയെത്തി. "ഇവൾ നിങ്ങളുടെ കുടുംബാംഗമാണോ?" അയാൾ കൈകളിൽ പറ്റിയ പൊടി കുടഞ്ഞുകളയാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. "അല്ല," ചുമച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. ഞാനാണ് അവളെ കണ്ടെത്തിയത്." മെഡിക് നിലത്തിരുന്ന് കുട്ടിയെ പരിശോധിച്ചു. "അവൾക്ക് പരിക്കുകളില്ല, ഭയന്നിട്ടുണ്ട്, അത്രമാത്രം." അയാൾ എഴുന്നേറ്റു. "അൽ ഷിഫയിൽ സ്ഥലമില്ല. ICU മുറിവേറ്റ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല." മെഡിക് അടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങി. കഴുത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കുട്ടിയുമായി ഡേവിഡ് തറഞ്ഞു നിന്നു. അയാൾ ആശ്രയത്തിനായി ചുറ്റും നോക്കി. എല്ലാവരും അടുത്ത ജോലികളിലേക്ക് കടന്നിരിക്കുന്നു. തകർന്ന കെട്ടിടത്തിനടിയിൽ ഇനിയും ആളുകളുണ്ട്. നിർദ്ദേശങ്ങളും അപേക്ഷകളും ആക്രോശങ്ങളുമായി അവർ തിരക്കിട്ട് പണിയെടുക്കുകയാണ്. ഡേവിഡ് ആ പൊടി നിറഞ്ഞ ചെറിയ മുഖത്തേക്ക് നോക്കി. "നിന്റെ പേരെന്താണ്?" തൻ്റെ പരിമിതമായ അറബിയിൽ അയാൾ മന്ത്രിച്ചു. കുട്ടി മറുപടി പറയാതെ അയാളെ തന്നെ തുറിച്ചു നോക്കിയിരുന്നു. അവളുടെ കീഴ്ചുണ്ട് വിറച്ചു. "ലൈല." ഒടുവിൽ നേർത്ത ശബ്ദം പുറത്തു വന്നു. കയ്യിൽ ഒരു കുഞ്ഞുമായി കയറി വന്ന ഡേവിഡിനെയും അലക്സിയെയും കണ്ട് താഴത്തെ നിലയിൽ താമസിക്കുന്ന വൃദ്ധ തലയിൽ കൈവച്ചു. അവർ കരയുകയും കൈകൾ മുകളിലേക്കുയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പാർട്ട്മെന്റിലെ വൃത്തിയുള്ള മെത്തമേൽ ഡേവിഡ് അവളെ ഇരുത്തി. കണ്ടെത്തിയപ്പോൾ ധരിച്ചിരുന്ന പൊടിയും അഴുക്കും പുരണ്ട വസ്ത്രങ്ങൾ തന്നെയായിരുന്നു അപ്പോഴും അവൾ ധരിച്ചിരുന്നത്. ഗാസയിൽ ഏറ്റവും അമൂല്യമായ വസ്തുക്കളിലൊന്ന്, ഒരു ചെറിയ കുപ്പിവെള്ളം ഡേവിഡ് അപ്പാടെ കെറ്റിലിലേക്ക് കമിഴ്ത്തി. "നമുക്ക് വൃത്തിയാവാം," മൃദുവായി പറഞ്ഞിട്ട് അയാൾ ഒരു ചെറിയ ടവൽ നനച്ചു. മുഖം തുടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ഒഴിഞ്ഞു മാറി. ആ വലിയ ഇരുണ്ട കണ്ണുകൾ ഭയത്താൽ നനഞ്ഞു. "കുഴപ്പമില്ല," ഡേവിഡ് മന്ത്രിച്ചു. "ഞാൻ നിന്റെ ശരീരത്തിലെ അഴുക്ക് കളയാൻ പോവുകയാണ്." അദ്ദേഹം തുണി അവളെ കാണിച്ചു. അതിൽ തൊട്ടു നോക്കാൻ ആവശ്യപ്പെട്ടു. പതുക്കെ അവൾ മുഖം തുടയ്ക്കാൻ അനുവദിച്ചു. ആ തുണിയുടെ നിറം കറുപ്പായി മാറി. ചർമ്മത്തിൻ്റെ വിളറിയ നിറം സാവധാനം പുറത്തു വന്നു. കൈകളും ശരീരവും വൃത്തിയാക്കുമ്പോൾ അവൾ വിറയ്ക്കാൻ തുടങ്ങി. "സാരമില്ല," ഡേവിഡ് ആശ്വസിപ്പിച്ചു. പൊടുന്നനെ ഒരു സ്ഫോടനം ജനലുകൾ കുലുക്കി. അവൾ അലറി വിളിച്ചുകൊണ്ട് അയാളുടെ കൈകളിലേക്ക് ചാടി. ആ കുഞ്ഞു ശരീരം ഡേവിഡിന്റെ നെഞ്ചിൽ പറ്റിയിരുന്നു കിലുകിലാ വിറച്ചു. "ഷ്, കുഴപ്പമില്ല," അവളെ ചേർത്തു പിടിച്ച് അയാൾ മന്ത്രിച്ചു. "അത് ദൂരെയാണ്." ഭയം അടങ്ങിയപ്പോൾ അവൾ തല ഉയർത്തി അയാളെ നോക്കി. "പോകരുത്." ആ കുഞ്ഞു ചുണ്ടുകൾ വിറപൂണ്ടു. "പോവില്ല," ഡേവിഡ് വാക്കുകൊടുത്തു. അയാൾ അത് പൂർണ്ണമായും അർത്ഥമാക്കിയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ വിചിത്രവും നിസ്സഹായവുമായ ഒരു പുതിയ ദിനചര്യ ഡേവിഡ് ആരംഭിച്ചു. പകൽ സമയത്ത് അയാൾ റിപ്പോർട്ട് ചെയ്യാൻ പോകും. ലൈലയെ താഴത്തെ നിലയിലെ വൃദ്ധയുടെ അടുത്ത് ഏൽപ്പിക്കും. തിരികെ വരുമ്പോൾ കിട്ടാവുന്ന ഭക്ഷണം കൊണ്ടുവരും. പലപ്പോഴും അത് ടിന്നിലടച്ച ബീൻസും നേർത്ത റൊട്ടിയുമായിരിക്കും. വൈകുന്നേരങ്ങളിൽ അവർ തറയിലിരുന്ന് കളിക്കുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. ഡേവിഡ് എവിടുന്നോ കണ്ടെടുത്ത പെൻസിൽ കഷണം ഉപയോഗിച്ച് ലൈല അയാൾ തയ്യാറാക്കിയ കുറിപ്പുകളുടെ പിറകിൽ ചിത്രം വരയ്ക്കും. വീടുകൾക്കും പൂക്കൾക്കും പകരം ആ കടലാസുകളിൽ അവൾ വരച്ച കൊടുങ്കാറ്റുപോലെ തോന്നിക്കുന്ന ഇരുണ്ട രൂപങ്ങൾ കണ്ടപ്പോൾ ഡേവിഡിന്റെ ഉള്ളിൽ മൂർച്ചയുള്ള വേദന നിറഞ്ഞു. ഒരു രാത്രി അവൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഞെട്ടി ഉണർന്നു. പൊട്ടിത്തെറിയിൽ ശരീരം ചിതറിയ ഒരു കുട്ടിയുടെ അലർച്ചയായിരുന്നു അത്. അവൾ വിയർപ്പിൽ കുളിച്ചിരുന്നു. കണ്ണുകൾ അസാധാരണമായ വിധത്തിൽ തുറന്നിരുന്നു. "ലൈല?" ഭയന്ന മൃഗത്തെ സമീപിക്കുന്ന സൂക്ഷ്മതയോടെ ഡേവിഡ് മൃദുശബ്ദത്തിൽ വിളിച്ചു. "വീട് വീണു." ഏങ്ങലടങ്ങിയപ്പോൾ അവൾ മന്ത്രിച്ചു. "ഇരുട്ടായിരുന്നു, എനിക്ക് ശ്വാസം മുട്ടി." ഡേവിഡ് അവളുടെ അരികിലിരുന്നു. "നീ ഇപ്പോൾ സുരക്ഷിതയാണ്." അവളുടെ പരുക്കൻ തലമുടിയിൽ തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞു. അവൾ മുഖമുയർത്തി നോക്കി. ആഴത്തിൽ കണ്ണുകളെടുക്കാതെ നോക്കി. നനഞ്ഞു തിളങ്ങുന്ന ആ കണ്ണുകളിൽ ഡേവിഡ് സത്യം കണ്ടു. ഒരിടവും സുരക്ഷിതമല്ല. ഈ വാഗ്ദാനം ദയയിൽ പിറന്ന ഒരു നുണയാണ്. അടുത്ത ദിവസം രാവിലെ ഡേവിഡ് തൻ്റെ അന്വേഷണം തുടങ്ങി. പരിചയമുള്ള ഒരു NGOയിൽ ജോലി ചെയ്യുന്ന ക്ഷീണിച്ച മുഖമുള്ള ഹാന എന്ന സ്ത്രീ അയാളുടെ കഥ കേട്ടു.
നിങ്ങൾ അവളുടെ കുടുംബാംഗമല്ല മിസ്റ്റർ തോൺ. അവരുടെ ശബ്ദത്തിൽ സഹതാപമുണ്ടായിരുന്നു. അനാഥർക്കായുള്ള പ്രോഗ്രാമുകൾ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. പേപ്പറുകളിൽ ഒപ്പിടാൻ ആരുമില്ല. അവളെ ആർക്കും കൈമാറാൻ കഴിയില്ല. നിങ്ങൾക്കും വിട്ടുതരാൻ സാധ്യമല്ല. എന്തെങ്കിലും വഴി കാണണം. ഡേവിഡിന് നിസ്സഹായത കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി. അവൾക്കാരുമില്ല. ഒരു നെടുവീർപ്പോടെ ഹാന തൻ്റെ കണ്ണട എടുത്തു മാറ്റി. ചില വളഞ്ഞ വഴികളുണ്ട്. അവളെ ഒരു രാജ്യം സ്പോൺസർ ചെയ്യണം. അവൾ അനാഥയാണെന്ന് തെളിയിക്കണം. ഇല്ലാത്ത രേഖകൾ നിങ്ങൾ നൽകേണ്ടി വരും. ഹാന ഒരു വലിയ ഫയൽ എടുത്ത് മേശമേൽ വച്ചു. എനിക്ക് കഴിയുന്നത് അവളുടെ പേര് ഈ ലിസ്റ്റിൽ ചേർക്കുക എന്നതാണ്. പക്ഷേ ഇതൊരു നീണ്ട ലിസ്റ്റാണ്. വളരെ വളരെ നീണ്ട ലിസ്റ്റ്. ഡേവിഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. വൈദ്യുതിയില്ലാത്ത പാതി തകർന്ന കെട്ടിടം. അവിടെയുണ്ടായിരുന്ന പോലീസുകാരൻ അയാൾ കഷ്ടപ്പെട്ട് പൂരിപ്പിച്ച ഫോമുകൾ നോക്കുക പോലും ചെയ്തില്ല. ജനന സർട്ടിഫിക്കറ്റ് ഇല്ല. മാതാപിതാക്കളുടെ മരണ സർട്ടിഫിക്കറ്റുകളില്ല. അയാൾ മുഖം ചുളിച്ചു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. പക്ഷേ അവളുടെ കുടുംബം മുഴുവൻ ഇല്ലാതെയായി. ആ വീടിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഞാനാണ് അവളെ പുറത്തെടുത്തത്. അവിടെ ആരും ബാക്കിയില്ല. അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പോലീസുകാരൻ തോളുകൾ കുലുക്കി. രേഖകളില്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിലനിൽക്കുന്നില്ല എന്നാണ് അർത്ഥം. നിലവിലില്ലാത്ത ഒരാൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. അന്ന് രാത്രി ഡേവിഡ് അത്രയും നാൾ ചെയ്യാൻ മടിച്ചിരുന്ന സാറ്റലൈറ്റ് കോളുകൾ വിളിച്ചു. സിഗ്നൽ വളരെ മോശമായിരുന്നു. മൈക്കിൾ, എനിക്കൊരു സഹായം വേണം. വലിയൊരു സഹായം. ലണ്ടനിൽ നിന്ന് അയാളുടെ പ്രൊഡ്യൂസറുടെ ശബ്ദം അവ്യക്തമായി കേട്ടു. ഡേവിഡ്, ആശുപത്രിയിലെ സാഹചര്യം സംബന്ധിച്ച ആ വാർത്ത എത്രയും പെട്ടെന്ന് വേണം. വിദേശകാര്യ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തണം. ഡേവിഡ് ഇടയ്ക്കു കയറി. നമ്മുടെ എല്ലാ സ്വാധീനവും ഉപയോഗിക്കണം. ഇവിടെ ഒരു കുട്ടിയുണ്ട് മൈക്കിൾ. നമുക്കവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. 3 ആഴ്ച മുമ്പ് ഞാനാണ് അവളെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്തത്. അവൾക്കാരുമില്ല. മറ്റേ അറ്റത്തെ നിശബ്ദത സാറ്റലൈറ്റിന്റെ കാലതാമസം കാരണം ഉണ്ടാകുന്നതിലും കൂടുതലായിരുന്നു. ഡേവിഡ്, നിങ്ങൾക്ക് ഭ്രാന്താണോ? ഒരു സാധാരണ കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ വിദേശകാര്യ ഓഫീസിനെ നിർബന്ധിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ജോലി കഥ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്, കഥയായി മാറുകയല്ല. ഇതാണ് കഥ മൈക്കിൾ. ഡേവിഡ് ശബ്ദമുയർത്തി. ഈ ഒരൊറ്റ കുട്ടിയാണ് കഥ. ആർക്കും അവളെ രക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് കഥ. രക്ഷിക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കഥയാണിത് ഡേവിഡ്. മൈക്കിൾ മറുപടി പറഞ്ഞു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഇതിന്റെ പേരിൽ നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമുള്ള വിഷയങ്ങളിൽ നിന്ന് തിരിയരുത്. കോൾ കട്ട് ചെയ്തതിന് ശേഷവും ശ്രദ്ധ എന്ന വാക്ക് ഡേവിഡിന്റെ മനസ്സിൽ മുഴങ്ങി. ആരുമില്ലാത്ത ഒരു കുഞ്ഞിന്റെ കൈ നിങ്ങളുടെ കയ്യിലായിരിക്കുമ്പോൾ മറ്റെന്തിലാണ് ശ്രദ്ധിക്കേണ്ടത്? അവസാനം പ്രതീക്ഷയുടെ നേർത്ത പ്രകാശം അന്ധകാരത്തിൽ തെളിഞ്ഞു. നോർവേ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്, ഒരു വൈകുന്നേരം ഖലീൽ പറഞ്ഞു. പക്ഷേ അവർ ആളുകളുമായി ഇടപെടില്ല. മനുഷ്യാവകാശ സംഘടനകൾ നൽകുന്ന ലിസ്റ്റ് വഴിയാണ് എല്ലാം നടക്കുന്നത്. ഡേവിഡിന് കാര്യം മനസ്സിലായി. താൻ ഒരു ബ്രിട്ടീഷ് പൗരനായി അപേക്ഷ നൽകുകയല്ല വേണ്ടത്. നോർവേയുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന തയ്യാറാക്കുന്ന ലിസ്റ്റിൽ ലൈലയെ ഉൾപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. തകർന്ന തെരുവുകളിൽ എവിടെയോ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് കണ്ടെത്തുക അത്ര എളുപ്പമായിരുന്നില്ല. അലക്സിയെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഡേവിഡ് ചുമലിൽ ലൈലയുമായി ഖലീൽ നൽകിയ മേൽവിലാസം അന്വേഷിച്ചു നടന്നു. അവസാനം അവർ അത് കണ്ടെത്തി. ആ NGOയുടെ ഓഫീസ് പാതി തകർന്നതെങ്കിലും ഇപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇടതൂർന്ന വെളുത്ത മുടിയും ദയുള്ള കണ്ണുകളുമുള്ള ഇൻഗ്രിഡ് എന്ന സ്ത്രീ ഡേവിഡ് പറഞ്ഞതെല്ലാം കേട്ടു. അവരുടെ മുഖഭാവം കൂടുതൽ വേദന നിറഞ്ഞതായി മാറി. മിസ്റ്റർ തോൺ, അവർ പതിയെ പറഞ്ഞു, ഞാനൊരു കാര്യം വ്യക്തമാക്കാം. കുട്ടികളെ കണ്ടെത്താൻ പ്രാദേശിക അഭയ കേന്ദ്രങ്ങളോടും ആശുപത്രികളോടും സഹകരിച്ചാണ് ഞങ്ങളുടെ പ്രവർത്തനം. ചികിത്സയ്ക്കായി വിസ നൽകാൻ കഴിയുന്ന നോർവീജിയൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ ലിസ്റ്റുകൾ സമർപ്പിക്കുകയാണ് പതിവ്. എങ്കിൽ അവളെ ആ ലിസ്റ്റിൽ ചേർക്കൂ. ഇടറിയ ശബ്ദത്തിൽ ഡേവിഡ് അപേക്ഷിച്ചു. ദുർബലർ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആ വാക്കിന് ഈ കുട്ടിയേക്കാൾ വലിയ അർത്ഥമുണ്ടോ?
ഡേവിഡിന്റെ കാലിൽ പിടിച്ച് മുഖം പാതി ഒളിപ്പിച്ചു നിൽക്കുന്ന ലൈലയെ ഇൻഗ്രിഡ് നോക്കി നിന്നു. തന്റെ മിടുക്കില്ലാത്ത കൈകൾ കൊണ്ട് അയാൾ കെട്ടിവച്ച അവളുടെ മുടി പന്നിവാല് പോലെ ഇരുവശത്തും ഉയർന്നു നിന്നു. എനിക്കൊന്നും വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല മിസ്റ്റർ തോൺ. ലിസ്റ്റ് വളരെ വലുതാണ്. മാനദണ്ഡങ്ങൾ കർശനമാണ്. കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ നിങ്ങളുടെ കൈവശമുള്ളതെല്ലാം കൊണ്ടുവരൂ. ഡോക്ടറുടെ ശുപാർശ, രക്ഷാപ്രവർത്തകരുടെ മൊഴി, അങ്ങനെയുള്ള എന്തു ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. പരിഗണനയ്ക്കായി അവളുടെ കേസ് സമർപ്പിക്കാം. അതാണ് ഒരേയൊരു വഴി. കുരുക്കുകൾ നിറഞ്ഞ വഴി, വളഞ്ഞുതിരിഞ്ഞ വഴി. ഞങ്ങൾക്ക് വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. അവർ നെടുവീർപ്പിട്ടു. കൂടാതെ സമർപ്പിക്കേണ്ട കടലാസുകൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് വേണ്ടതെന്ന് പറയുക. ഡേവിഡ് പറഞ്ഞു. ഞാൻ കൊണ്ടുവരാം. 2 ആഴ്ച. തകരുന്ന ലോകത്തിൻ്റെ നടുവിലൂടെ ചട്ടങ്ങളുടെ കുരുക്കഴിക്കാനുള്ള നെട്ടോട്ടത്തിൻ്റെ 2 ആഴ്ച. ലൈലയുടെ ആരോഗ്യനില മോശമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഡോക്ടറുടെ കുറിപ്പ്. അവളെ കണ്ടെത്തിയ സാഹചര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തകനായ സമീറിൻ്റെ മൊഴി. അങ്ങനെ കിട്ടാവുന്നതെല്ലാം ഡേവിഡ് വാരിക്കൂട്ടി. ഒടുവിൽ നോർവീജിയൻ അധികാരികളിൽ നിന്നുള്ള താൽക്കാലിക യാത്രാരേഖ ഡേവിഡ് നേടിയെടുത്തു. പോകേണ്ട ദിവസമായി. രാവിലെ ഡേവിഡ് ലൈലയെ തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു ചെറിയ ബാഗിൽ വെള്ളക്കുപ്പിയും ബിസ്ക്കറ്റുകളും തകർന്ന അവളുടെ പൊട്ടിപ്പൊളിഞ്ഞ കരിപ്പാവയും വച്ചു. ഖലീൽ അവരുമായി റഫ അതിർത്തിയിലേക്ക് വണ്ടി ഓടിച്ചു. നിരാശയുടെ ഒരു കടൽ കോൺക്രീറ്റ് ബാരിയറുകളിലും മുള്ളുവേലിയിലും തടഞ്ഞു നിന്നു. ഭയത്തിൻ്റെയും കെട്ടടങ്ങുന്ന പ്രതീക്ഷയുടെയും ഇരമ്പൽ അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊണ്ടു. ചുറ്റും കാണുന്ന നിരാശയുടെയും ഭീകരതയുടെയും ദൃശ്യങ്ങൾ ലൈലയെ പരിഭ്രാന്തയാക്കി. സാധാരണഗതിയിൽ നിശബ്ദയായിരിക്കുന്ന അവൾ ഡേവിഡിന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കരയാൻ തുടങ്ങി. നമ്മൾ ഏകദേശം എത്തി എൻ്റെ കുഞ്ഞു പക്ഷി, അയാൾ മന്ത്രിച്ചു. സൺഗ്ലാസിനടിയിൽ ഭാവമില്ലാത്ത മുഖങ്ങളുമായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ തങ്ങളുടെ അധികാരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നു. അലർച്ചകളും തർക്കങ്ങളും കുട്ടികളുടെ കരച്ചിലും ജനറേറ്ററുകളുടെ ഇരമ്പലും അടങ്ങിയ ശബ്ദം ഒരു ആക്രമണം പോലെയാണ് ഡേവിഡിന് അനുഭവപ്പെട്ടത്. അയാൾ ലൈലയുമായി ആൾക്കൂട്ടത്തിനോട് ചേർന്നു. നോർവീജിയൻ യാത്രാരേഖകളും ഡോക്ടറുടെ കുറിപ്പുകളും അടങ്ങിയ ഫോൾഡർ മുറുകെ പിടിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഡേവിഡ് കുഞ്ഞു ലൈലയുമായി ചുട്ടുപൊള്ളുന്ന വെയിലിൽ കാത്തുനിന്നു. ഒടുവിൽ അവർ രേഖകൾ പരിശോധിക്കുന്ന ബൂത്തിന് മുന്നിലെത്തി. ക്ഷീണിതനായ ഒരു ഈജിപ്ഷ്യൻ ഓഫീസർക്ക് ഡേവിഡ് രേഖകൾ സമർപ്പിച്ചു. അയാൾ ഭാവവ്യത്യാസമില്ലാതെ പേപ്പറുകൾ മറിച്ചു. എന്നിട്ട് ലൈലയെ നോക്കി, പിന്നെ ഡേവിഡിനെ നോക്കി. ഈ പേപ്പറുകൾ പൂർണ്ണമല്ല, അയാൾ ഒടുവിൽ പറഞ്ഞു. ഇത് നോർവീജിയൻ അധികാരികൾ തന്നതാണ്, ഡേവിഡ് പറഞ്ഞു. അയാൾ ആകാംക്ഷയും ഭയവും മൂലം കിതച്ചു. അവർ അവളെ കൊണ്ടുപോകാൻ അനുവദിച്ചതാണ്. നോർവീജിയൻസ് അല്ല ഞങ്ങളുടെ അതിർത്തി നിയന്ത്രിക്കുന്നത്, ഓഫീസർ തീർത്തു പറഞ്ഞു. എന്താണ് പ്രശ്നം? ഡേവിഡ് ചോദിച്ചു. ഈ മുദ്ര. ഉദ്യോഗസ്ഥൻ പേപ്പറിൽ തട്ടി. ഇത് ഗാസ കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്നുള്ളതാണ്. യാത്രയ്ക്ക് ഇത് പോരാ. ഇതിന് കെയ്റോ ലെയ്സൺ ഓഫീസിൽ നിന്നുള്ള ഒരു കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമാണ്. അതിതിലില്ല. തണുത്ത ഭയം ഡേവിഡിന്റെ സിരകളിലൂടെ പാഞ്ഞു. അത് അസാധ്യമാണ്. ഇതാണ് വേണ്ടതെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. ദയവായി. നിയമങ്ങൾ മാറ്റാൻ പറ്റില്ല, ഓഫീസർ അയാളുടെ വാക്കുകൾ തടസ്സപ്പെടുത്തി. രേഖകൾ തിരിച്ചു നൽകിക്കൊണ്ട് അയാൾ പറഞ്ഞു. അവൾക്ക് ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. അവൾ ഇവിടെ നിൽക്കും. ആ വാക്കുകൾ ഒരു കനത്ത പ്രഹരം പോലെയാണ് ഡേവിഡിന് അനുഭവപ്പെട്ടത്. ഗാസയിലെ പൊടിയുടെ രുചി അയാൾക്ക് പൊടുന്നനെ നാവിൽ അനുഭവപ്പെട്ടു. ദയവായി, ഡേവിഡ് മന്ത്രിച്ചു. അവൾക്കാരുമില്ല. അവൾക്ക് പോകാൻ ഒരിടവുമില്ല. ഓഫീസർ നിഷേധാർത്ഥത്തിൽ തലയാട്ടിയിട്ട് അടുത്തയാളെ വിളിച്ചു. ഡേവിഡിന്റെ ശബ്ദമുയർന്നു. അവൾക്കാരുമില്ല. അവൾക്ക് 4 വയസ്സേ ഉള്ളൂ. അവൾക്കാരുമില്ല. നിങ്ങൾ അവൾക്ക് മരണം വിധിക്കുകയാണ്. അയാൾ ഭ്രാന്ത് പിടിച്ചതുപോലെ ബൂത്തിന്റെ ചുറ്റുമുള്ള ഇരുമ്പു വലയത്തിൽ ആഞ്ഞിടിച്ചു. രംഗം കണ്ടുനിന്ന പട്ടാളക്കാർ മുന്നോട്ട് വന്നു. അവരുടെ തോക്കുകൾ ഭീഷണമായി നീണ്ടുനിന്നു.
സമീപത്തുണ്ടായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ പാഞ്ഞു വന്നു. അവർ ഡേവിഡിനെ പിടിച്ചു വലിച്ച് പിന്നിലേക്ക് മാറ്റി. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ആ കുട്ടിയെയും കൂടി നിങ്ങൾ അപകടത്തിലാക്കും, അവരിലൊരാൾ ശകാരിച്ചു. ഡേവിഡ് മണ്ണിൽ മുട്ടുകുത്തി. ലൈലയുടെ ചെറിയ തോളിൽ തലവച്ച് അയാൾ ഏങ്ങിക്കരഞ്ഞു. കരടിപ്പാവയെ മുറുകെ പിടിച്ചുകൊണ്ട് ലൈല നിശ്ചലയായി നിന്നു. അവളുടെ ചെറിയ ശരീരം മുറുകിയിരുന്നു. അയാളെ തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ മുന്നോട്ട് വന്നു. അവൾ ഏങ്ങലിൽ വിറയ്ക്കുന്ന ഡേവിഡിന്റെ തലയിൽ കൈവച്ചു. ഞാൻ അവളെ കൂട്ടിക്കൊള്ളാം, അവർ മൃദുവായി പറഞ്ഞു. ഞങ്ങൾക്കൊരു ഷെൽട്ടറുണ്ട്. ഡേവിഡ് തല ഉയർത്തി ലൈലയുടെ മുഖത്തേക്ക് നോക്കി. താൻ ഉപേക്ഷിക്കപ്പെടുകയാണ് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ചൂടേറ്റ് ചുവന്ന കവിളിലൂടെ കണ്ണീരിൻ്റെ ഒരു ചാലൊഴുകിയിറങ്ങി. സ്വയം നിന്ദ കൊണ്ട് ഡേവിഡ് എരിഞ്ഞു. ലൈല, ഞാൻ ശ്രമിച്ചതാണ്, കഴിഞ്ഞില്ല. അയാൾ ഏങ്ങിക്കരഞ്ഞു. സാരമില്ല, തനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് പോലെ ലൈല അയാളുടെ കവിളിൽ തൊട്ടു. ഡേവിഡ് തല ഉയർത്തി അവളെ സൂക്ഷിച്ചു നോക്കി. ഓരോന്നും അയാൾ മനസ്സിൽ പതിച്ചു വയ്ക്കാൻ ശ്രമിച്ചു. ആ കുഞ്ഞു കവിളിൻ്റെ വളവ്, നെറ്റിയിലേക്ക് ചുരുണ്ടു വീണു കിടക്കുന്ന ഇരുണ്ട മുടി, ഇടതു കണ്ണിനടുത്തുള്ള ചെറിയ മറുക്. അയാൾ അവളെ ആർത്തിയോടെ ഉമ്മ വച്ചു. ധൈര്യമായിരിക്കെൻ്റെ കുഞ്ഞു പക്ഷി. ആ ശബ്ദമിടറി. തിരിച്ചു വരുമെന്ന് പറയാൻ ഡേവിഡ് ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ മുഖത്തു നോക്കി അത് പറയാൻ അയാൾക്ക് ധൈര്യമുണ്ടായില്ല. അവളെ താഴെ നിർത്തിയിട്ട് അയാൾ എഴുന്നേറ്റു. പുറം ലോകത്തിലേക്കും സുരക്ഷിതത്വത്തിലേക്കും തൻ്റെ ജീവിതത്തിലേക്കും നയിക്കുന്ന ഗേറ്റിലേക്ക് ഡേവിഡ് ഇടറിയ ചുവടുകളോടെ നടന്നുപോയി. ഗേറ്റ് കടക്കും മുമ്പ് അയാൾ അവസാനമായി ഒന്ന് തിരിഞ്ഞു നോക്കി. അവർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീ അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആ ദൃശ്യം എന്നേക്കുമായി തൻ്റെ ഉള്ളിൽ പൂട്ടിവെക്കാൻ എന്ന വണ്ണം അയാൾ കണ്ണുകൾ മുറുക്കി അടച്ചു. ഒരു കഥ അയാൾക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. തൻ്റേതു കൂടിയായ ഒരു കഥ. ഡേവിഡ് പുറത്തേക്ക് നടന്നു. നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത് വെറും കഥ മാത്രം. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.